ഹായ് ഗൈസ്, സിനി പോലീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളത് തുടർന്നുള്ള വീഡിയോസിൽ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ സിനിമ ഒരു ഡിസ്ക്ലെയിമറിൽ പറഞ്ഞ പോലെ ഈസ് കൈൻഡ് ഓഫ് എ സബ്ജക്റ്റീവ് തിങ്. നമുക്ക് എല്ലാവരുടെയും മൂഡും കാര്യങ്ങളൊക്കെ പോലെ ആയിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, തിരിച്ചും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരിക്കലും ഈ റിവ്യൂ ഒരു അവസാന വാക്കായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. തിയേറ്ററിൽ തന്നെ കാണണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സിനിമ പോയി കാണുക. ഞങ്ങളുടെ റിവ്യൂ ആയിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് us know ത്രൂ കമൻറ്റ്സ്. നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണും. അതെ, അതേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മോളിവുഡ് ടൈംസ്, സ്റ്റാറിങ് നസ്ലിൻ, ഷറഫുദ്ദീൻ, സംഗീതക റോഷൻ ഷാനവാസ്, അതുപോലെ ഗോപിക രമേശ്, അപ്പുണ്ണി ശശി. പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ, അപ്പുണ്ണി ശശി ഈസ് ആക്ച്വലി ഒരു പ്രൊഡ്യൂസറിൻ്റെ റോളാണ് അത് ചെയ്തേക്കണം. പുള്ളി അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ഏട്ടനുണ്ട്, കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു 2 ക്യാമിയോസ് ഉണ്ട്. അതിനകത്ത് ഒരു ക്യാമിയോ ആക്ച്വലി ഇച്ചിരി രസമായിരുന്നു. 2 ക്യാമിയോസും കൊള്ളാം. അത് ആരാന്നുള്ളത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാസ്റ്റ്. സോ ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ അഭിനവ് സുന്ദർ നായക്. യെസ്, പുള്ളിയുടെ സെക്കൻഡ് പടമാണ്. ഫസ്റ്റ് പടം മുകുന്ദനുണ്ണിയാണ്. അതെ, മുകുന്ദനുണ്ണി കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണുക. കാര്യം ആ സിനിമയുടെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു തീം തന്നെയാണ്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ട് ഓഫ് എ ട്രിലജിയാണ്. ഇതിപ്പോൾ സെക്കൻഡ് ഫിലിമാണ്. ഒരു സക്സസ് തേടി നടക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ മുകുന്ദനുണ്ണി അത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ അത് എന്തായാലും പിന്നെ അത് മാത്രമല്ല, മുകുന്ദനുണ്ണി ഈസ് ആക്ച്വലി മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദി എണ്ണം പറഞ്ഞ ഡാർക്ക് കോമഡി, അതെ, ത്രില്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ അടുത്തിറങ്ങിയ മോഹിനിയാട്ടം ആ ഒരു ജോണറാണ്. അപ്പോൾ ഈ മോഹിനിയാട്ടം കണ്ടിട്ടില്ലെങ്കിൽ അതും കണ്ടു നോക്കുക. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. മുകുന്ദനുണ്ണി എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ കാണുക. പിന്നെ ഇപ്പോൾ അഭിനവ് സുന്ദർ നായക് ഇപ്പോൾ ആ സിനിമയിൽ ചെയ്ത കുറേ ഒരു കൈൻഡ് ഓഫ് എഡിറ്റിംഗ് സ്റ്റൈലും ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലൊക്കെ അത് തന്നെ ഉണ്ട്. അതെ, ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് സിമിലർ ആയിട്ട് തോന്നാം. ബട്ട് ഡെഫിനറ്റ്ലി അതും അതുകൊണ്ട് മുഷിപ്പൊന്നും നമുക്ക് തോന്നത്തില്ല. മേക്കിംഗ് എല്ലാം വളരെ ഇതായിട്ട് തോന്നിയിരുന്നു. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ്, അറിയാലോ, പുള്ളി വേണ്ടടുത്ത് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു വൻ മ്യൂസിക്കൽ പരിപാടി, ആകെ ഒരു റാപ്പും ഒരു അധികം പാട്ടും കാര്യങ്ങളൊക്കെ വളരെ അതെ. പക്ഷേ മ്യൂസിക്കും കാര്യങ്ങളും എലിവേറ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെയ്ക്സ് ബിജോയ് ഹാസ് ഡൺ ഹിസ് വർക്ക് റിയലി വെൽ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ റിട്ടൺ ബൈ രാമു സുനിൽ, ഐ തിങ്ക് ഈസ് ദ കോ-റൈറ്റർ ഓഫ് രേഖാചിത്രം. ദെൻ പിന്നെ ആരാണ്, സിനിമാറ്റോഗ്രഫി ബൈ വിശ്വജിത്ത് ഒടുക്കത്തിൽ. പുള്ളി വിനീത് ശ്രീനിവാസൻ സ്കൂൾ ഓഫ് ഒരു മെമ്പറാണെന്ന് തോന്നുന്നുണ്ട്. വിനീതിന്റെ ക്ലാസ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ, അതെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. കാര്യം വിനീതൊക്കെയുള്ള മിക്ക സിനിമകളിലും പുള്ളി അവിടെ സിനിമാറ്റോഗ്രാഫറെ ഉണ്ടായിട്ടുണ്ട്. ഹൃദയമൊക്കെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്, ആനന്ദം പുള്ളിയാണ് ചെയ്തേക്കുന്നത്. ഈവൻ ദോ വിനീത് അതിനകത്ത് പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ. സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ. ആഷിഖ് ഉസ്മാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എനിക്ക് തല്ലുമാലയാണ് കേട്ടോ. എനിക്ക് തല്ലുമാല. അപ്പോൾ ആഷിഖ് ഉസ്മാൻ, അപ്പോൾ ആ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ക്രൂ തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്കിപ്പോൾ സിനിമ ടിക്കറ്റ് എടുക്കാനുള്ള കുറേ ഫാക്ടേഴ്സ് ആണല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ് ആണെങ്കിലും നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാളുടെ ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടെന്ന് ആവശ്യപ്പെട്ടില്ല. കാര്യം ആക്ടിങ്ങിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. കിഡ് പരിപാടിയായിരുന്നു. ബാലചന്ദ്രൻ വിളിക്കേണ്ട കാര്യം പറഞ്ഞു, പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളിയാണ് ഈ പടത്തിലെ ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ വർക്കൗട്ട് ആയ ഒരു ക്യാരക്ടറായിരുന്നു. നല്ല രീതിക്ക് ആ ക്യാരക്ടറിന് ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ക്യാരക്ടർ കാരണം ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും ഹ്യൂമർ പറയാനുള്ള സ്പേസ് ആ ക്യാരക്ടർ ഉണ്ടായി കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പരിപാടി. ഇനി സിനിമയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകും. ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫാണ് ലാഗാണ്. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ഒപ്പീനിയനും. സിനിമ ഈസ് നിയർലി അറൗണ്ട് 3 hours 2 hours 40 സംതിങ് ഉണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി ഓഫ് ഇത് ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ആക്ച്വലി വളരെ നന്നായിട്ട് തോന്നി. ഈ പറയുന്ന പോലെ തന്നെ അതെ, നമുക്ക് ഒരുപാട് കോമഡീസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് റിലേറ്റ് ആവും. കാര്യം സക്സസ് തേടാൻ വേണ്ടി ഇങ്ങനെ നടക്കണ, അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസും നമ്മൾ ഡ്രീം സ്വപ്നം കാണുക എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ. അപ്പോൾ അതിലേക്ക് എത്താനും അതിലുള്ള ഊടുവഴികൾ അല്ലെങ്കിൽ പോലും എന്താണെങ്കിലും ഇപ്പം നമ്മളതൊരു 4 ആളുടെ മുന്നിൽ അത് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഭിമാനം, ആ ഹൈയും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സംസാരിച്ച് പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി സൂപ്പറായിട്ട് വർക്കൗട്ട് ആവും. നമ്മൾ ഏത് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ചെറുപ്പത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്ത് നമുക്കൊക്കെ ഇത് ഇങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം.
അപ്പോൾ ആ ഒരു കാര്യമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ നറേറ്റീവ് ആക്ച്വലി കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു സിനിമയുടെ പുറകിൽ എന്താ നടക്കുന്നതെന്നുള്ളൊരു നമുക്കൊന്നും എനിക്ക് റിലേറ്റ് ആയില്ല സെക്കൻഡ് ഹാഫ്. സിനിമയുടെ ഓഫ് കോഴ്സ്. അപ്പോൾ ഇത് സിനിമയിൽ വർക്ക് ചെയ്ത ആർക്കെങ്കിലും ചിലപ്പോൾ ശരിക്കും ഉണ്ടായ ഒരു അനുഭവം ആയിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ നോക്കിയാൽ മതി ഇതിന്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആക്ച്വലി സ്റ്റോറി കുറച്ചും കൂടെ നമുക്ക് കണക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഹുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും നല്ല എലമെൻറ്റ്സ് വേണമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഉണ്ട്, ബട്ട് ആക്ച്വലി ഇത് ഭയങ്കര റിപ്പീറ്റേറ്റീവാണ്. സിനിമ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങുന്ന പോലെ തന്നെ തോന്നിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ ഉദയനാണ് താരത്തിൽ മോഹൻലാൽ ക്ലൈമാക്സ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സന്തോഷിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. അത് കഴിഞ്ഞ് ശ്രീനിവാസൻ അടിച്ചുകൊണ്ട് പോയിട്ട് അതെ അങ്ങനെ കുറച്ച് അങ്ങനെ അതെ സാമ്യം ഉണ്ട്. ബട്ട് അത് ഓവറോൾ സ്റ്റോറി സ്പോയിൽ ചെയ്യുന്നൊന്നുമല്ല, ചെറുതായിട്ടുള്ളൊരു സംഭവമാണ്. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ തന്നെ കുറച്ചധികം ലൂപ്പിൽ ഈ ഒരു ഫാക്ടറിൻ്റെ ഉള്ളിൽ തന്നെയാണ് സിനിമ ചലിക്കുന്നത് എൻറ്റയർലി. അപ്പം നമുക്കത് സിനിമ ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വളരെ ടൈം എടുക്കുന്ന പോലെ തോന്നി. നമ്മൾ ലാസ്റ്റ് ആയപ്പോഴേക്കും ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും കുറച്ചൊക്കെ ഓണായി. പക്ഷെ അപ്പോഴേക്കും സിനിമ ഒരു ഹൈ കിട്ടാണ്ട്, ഹൈ ഉണ്ട് എന്നാൽ ഈ പറയുന്ന പോലെ തന്നെ സിനിമ വീണ്ടും ഒരു സ്ട്രെച്ച്ഡ് ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ക്ലൈമാക്സ് ഒന്നും കൂടെ വലിഞ്ഞിട്ട് വീണ്ടും കാണിക്കുന്നത് പിന്നെയും ഈ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് നേരം കണ്ടുകൊണ്ടിരുന്ന സംഭവത്തിൽ തന്നെയാണ് ഈ എൻഡിനോട്ടും പോകുന്നത്. അപ്പം അതുകൊണ്ടൊരു ഒരു മുഷിപ്പ് തോന്നി സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ. എനിക്ക് ഫസ്റ്റ് ഹാഫ് തന്നെയാണ് അടിപൊളിയായിട്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിലാണ് പോകുന്നത്, സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗ കുറച്ചധികം. അതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അഭിനയ സുന്ദർ നായകനെ എഡിറ്റ് ചെയ്ത സമയത്ത് എഡിറ്റിംഗ് ടേബിൾ പുള്ളിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നി കാണത്തില്ല. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് എഡിറ്റ് ചെയ്ത് ക്രിസ്പാക്കാം എന്ന് ഒരു തോന്നിയിരുന്നു. 2 മണിക്കൂറൊക്കെ തന്നെ സിനിമ എൻഡ് ചെയ്തിരുന്നെങ്കിൽ സിനിമ വളരെ നന്നായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയിരുന്നു. രണ്ട് കാര്യങ്ങൾ, 2 ഹാഫും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കമ്മിങ് ഓഫ് ഏജ് പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോഴേക്കും സിനിമ കുറച്ചൊന്ന് ഡൗൺ ആയ പോലെ തോന്നി. അതുകൊണ്ടാണ് ഒരു ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയുള്ളൂ. അങ്ങനെ ഗംഭീര പടം അല്ലെങ്കിൽ ഒരു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലത്തെ ഒരു വളരെ ഇതായിട്ടുള്ള എൻഗേജിങ് പടമായിട്ട് ആവാതിരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു റൺ ടൈമും സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന സ്ക്രിപ്റ്റിലെ കുറച്ച് ഒരു എഴച്ചിലും ശരിക്കും ഒന്ന് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് ഈ സിനിമയെ പറ്റി ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പോയി കാണേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് ഞങ്ങളെക്കാളും നന്നായിട്ട് വർക്കായെന്ന് വരും, സിനിമ മൊത്തത്തിൽ അടിപൊളിയായിട്ട് തോന്നിയെന്നൊക്കെ വരും. സോ അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ നമ്മുടെ അടുത്ത് ഒന്ന് പറയുക. എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് നമുക്കറിയാൻ, എല്ലാവരുടെ അഭിപ്രായം, അതെ നമുക്ക് വി ആർ ഓപ്പൺ ടു എവരിത്തിങ്. അതെ, അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ അതെന്തായാലും അറിയിക്കുക. സോ അപ്പോൾ അതാണ് ഇത്ര ഉള്ള ഈ വീഡിയോയിൽ അബൌട്ട് മോളിവുഡ് ടൈംസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി വരും. യെസ്, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.